വെൽക്കം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ പ്രൊവിഷൻ ആൻസർ കീയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഭാഗത്തിലേക്ക് കടക്കാം. 053/2025 അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത്. 053/2025 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിപ്ലവങ്ങൾ പഠിച്ചവർക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ, എന്നാലും സോഷ്യൽ പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഫീൽഡുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഫീൽഡിൽ സോഷ്യൽ സയൻസ് അത് പഠിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് ആ ഒരു ഫീൽഡിലുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? അത് നെപ്പോളിയൻ ആണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി നെപ്പോളിയൻ ആണ്. 2C. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതിൽ തെറ്റായത് ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. തെറ്റായത് ഏതെല്ലാം? അപ്പൊ ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. അത് വളരെ ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. പൂർണ്ണ സ്വരാജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലാഹോർ സമ്മേളനത്തെ ഓർമ്മിക്കേണ്ടതുണ്ട്. 1929 ലാഹോർ സമ്മേളനം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മയിൽ വരണതാണ്. അപ്പൊ 1927 ലാഹോർ സമ്മേളനത്തിൽ തെറ്റിയില്ലേ? 27 29 അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അവിടെ നമുക്ക് ആൻസർ കിട്ടിയോ? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയായതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പോവാം. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. നെക്സ്റ്റ്, 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. തെറ്റല്ലേ? 1932 ആണോ ആഘോഷിക്കാൻ തീരുമാനിച്ചത്? അല്ല. ഈ ഒരു സെന്റൻസ് തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ്. 2, 3 നാലാമത്തത്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. 2ഉം 3ഉം. ഓക്കെ, നെക്സ്റ്റ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇത് 2, 3 അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ഏത് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടുപേരുടേത് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. മൂന്നാമത്തെ ആളുടെയും പല ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ഒരാളുടെ മാത്രമാണ് കുറച്ച് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൗ അല്ലെ? ബീഗം ഹസ്രത്ത് മഹൽ വരുന്നത് ലക്നൗ ആണ്. ഓക്കെ, അപ്പൊ അത് ലക്നൗ 4B ആൻസർ ആയിട്ട് വരുന്ന 4B ആൻസർ ആയിട്ട് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം മനസ്സിലായി. പിന്നെ നോക്കാം, മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദ് 3A. അപ്പൊ ഈ 2 ഓപ്ഷനിലും 3Aയും 4Bയും ആണ്. ബഹദൂർ ഷാ 2 ഡൽഹി. അത് നമ്മളിപ്പോൾ പഠിക്കുന്നതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. അപ്പം 1C ആണ് വരുന്നത്. 1C വരുന്ന ഓപ്ഷൻ ഇതാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2D ഷാമാൽ ബരാട്ട്. അത് ഓർമ്മിച്ച് വെക്കാം. ചില വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. നെക്സ്റ്റ്, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്ന് പറയുന്നത് 1865 ആണ്. 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ബേസിക് കാര്യങ്ങൾ അറിയുന്നവർക്ക് കിട്ടുന്നതാണ്. എല്ലാവർക്കും കുറച്ച് ആലോചിക്കേണ്ടി വരും അല്ലെ? ഓക്കെ, 7th വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് ശരിയൊക്കെ ഉള്ളത്, അത് ഏതിന്റെ എക്സ്പ്ലനേഷൻ ആണെന്നൊക്കെ നോക്കാം. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ശരിയാണ്, മരുഭൂമികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും അല്ലെ? ബാഷ്പീകരണം വളരെ കൂടുതലായിരിക്കും. പെയ്യുന്നതിനേക്കാളും കൂടുതലൊക്കെ ഏതായിരിക്കും? ബാഷ്പീകരണം കൂടുതലായിട്ടാണ് ഉണ്ടാവുക. എയും ബിയും ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉപ്പ് തടാകങ്ങൾ കൂടുതലായിട്ട് മരുഭൂമികളിൽ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ 7th വണ്ണിലെ എയും ബിയും ശരിയാണ്. എ ബിയുടെ എക്സ്പ്ലനേഷനുമാണ്. അപ്പൊ ഏതാ വരിക? എ ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ട് വരും. നെക്സ്റ്റ്, 8, ഭൂമിയുടെ അകക്കാമ്പ് കോറിൽ വരുന്നത് അതാണ് നിഫെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. NIFE എന്ന് പഠിച്ചിട്ടുണ്ടാവും. NIFE എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കലും അയേണും ആണ്. നിക്കലും അയേണും വരുന്ന ഓപ്ഷൻ ഏതാ ഇവിടെ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 8th വൺ എ. താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തത് കുറച്ച് നല്ലൊരു ഐഡിയ ഉള്ളവർക്ക്, ജിയോഗ്രഫി ആയിട്ട് ഐഡിയ ഉള്ള ആൾക്കാർക്കാണ് ഇത് കിട്ടാൻ ചാൻസ് ഉള്ളത്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. അൽ അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അതും തെറ്റാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇത് ശരിയാണ്. അപ്പം 1ഉം 4ഉം ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? 2ഉം ബി ആണ് തെറ്റായിട്ടുള്ളത്. നോക്കി വെച്ചേക്കാം. അപ്പൊ തെറ്റ് പഠിച്ചില്ലെങ്കിലും ശരിയുള്ള പഠിച്ചു വെക്കാം. അതായത് ലാബ്രഡോർ എന്ന് പറയുന്നത് ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ്. രണ്ടും ശീതജല പ്രവാഹങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. പിന്നെ ഇവിടെ ചേരുംപടി ചേർത്ത് എഴുതാൻ പറയുന്നുണ്ട്. ചേരുംപടി നിങ്ങൾക്ക് കുറെയൊക്കെ നോക്കിയാൽ പെട്ടെന്ന് തന്നെ അത് കിട്ടും. കാരണം ശരിക്കും തന്നെയാണ്
കൊടുത്തിരിക്കുന്നത്. ദാമോദർ നദി ആസാമിന്റെ ദുഃഖം, ഗോദാവരി നദി ദക്ഷിണ ഗംഗ, കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാദി. അത് കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടൂല. ബ്രഹ്മപുത്ര ചുവന്ന നദി. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? കറക്റ്റ് ആയിട്ടാണ് ഓർഡർ തന്നെ കൊടുത്തിരിക്കുന്നത്. A1, B2, C3, D4 അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറിയാത്തവരൊന്ന് ശ്രദ്ധിച്ചേക്കാം. ദാമോദർ നദി ആസാമിന്റെ ദുഃഖം, ഗോദാവരി നദി ദക്ഷിണ ഗംഗ, കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാദി, ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. ഓക്കെ. നെക്സ്റ്റ് 12. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട്? ബ്രൗൺ ഡയമണ്ട് ഒരു വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിഗ്നൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ലിഗ്നൈറ്റ്. ഓക്കെ. താഴെ പറയുന്ന നെയ്വേലിയുമായി ബന്ധപ്പെട്ട ഇതായിരുന്നു ലിഗ്നൈറ്റ് അല്ലെ. താഴെ പറയുന്നതിൽ RBIയുമായി ബന്ധമില്ലാത്തത്. RBIയുടെ ഡെഫിനേഷൻ തന്നെ RBIയുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തു തന്നെ. ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നഷ്ട നാണയത്തിന്റെ സൂക്ഷിപ്പുകാരെന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ബാങ്കാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അല്ലെ. ശരി എന്നുള്ള അർത്ഥത്തിൽ മാർക്ക് ചെയ്തതാണ്. ഓക്കെ. പാവപ്പെട്ടവന്റെ ബാങ്കാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കാരണം ചെറിയ ചാനലുകൾ വളരാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്ന് ഇനിയും ഇതുപോലത്തെ വീഡിയോസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചാനൽസിന് കിട്ടുന്നതാണ്. പക്ഷേ ഒന്ന് ഈ രീതിയിൽ കുറച്ച് എക്സ്പ്ലനേഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായം ഇവിടെ തന്നെ നമുക്ക് കിട്ടിയല്ലേ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ ഏതാണ്? നബാർഡാണ് വരുന്നത് അല്ലെ. നബാർഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. 14th C. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി ആരതാ? ദാദാബായ് നവറോജി. കോമൺ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത്. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയേ. ABCD വായിച്ചിട്ട്. ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നാരും പറഞ്ഞിട്ടില്ല. നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ല അത്. ഓക്കെ. അവിടെ തന്നെ ഉത്തരം കിട്ടി. ബാക്കി വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. വ്യവസായ മേഖലയുടെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? അവരുടെ ലക്ഷ്യങ്ങളാണ്. അപ്പം A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഹോട്ടലും ബാങ്കിങ്ങും റിയൽ എസ്റ്റേറ്റും ഏത് മേഖലയിലാണ് വരുന്നത്? തൃതീയ മേഖല, ടേർഷ്യറി സെക്ടർ. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഏതുമായി ബന്ധപ്പെട്ടത്? RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത്. 18th one. നെക്സ്റ്റ് 19th one. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആമുഖത്തിലാണ്. 19C. 19C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 20. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാസമ്പന്നമോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18. ഇപ്പൊ 4 വായിച്ചു നോക്കുക. എന്താ വ്യത്യാസമായിട്ടുള്ളത് നോക്കിയാൽ. ഏതാണ് ഇതിൽ വ്യത്യാസമായിട്ടുള്ളത്? യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വ്യത്യാസമായിട്ട് വരുന്നത് അല്ലെ. 17, 23, 18 ഒക്കെ വകുപ്പുകൾ വരുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വകുപ്പ് 44 ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വകുപ്പായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി പറയുന്നതാണ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് 21. ഇതും യോജിപ്പിക്കാം. ഇതും നിങ്ങൾക്ക് നല്ല ഐഡിയ ഉള്ളവർക്ക് കിട്ടും. 42ാം ഭേദഗതി ചെറുഭരണഘടന. അപ്പൊ 1D ചെറുഭരണഘടന. പിന്നെന്ത് കാര്യം പറയാം? 42ാം ഭേദഗതിയെ പറ്റിയിട്ട് വിശദമായിട്ട് നോക്കിയേ. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 1D2 എന്ന് വരുന്ന ഓപ്ഷൻ വരിക. ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ല. ബാക്കിയും കൂടി നോക്കിയേക്കാം. 44ാം ഭേദഗതി ഏതാണ്? വകുപ്പ് 300A 1978 അല്ലെ. അതെ. അപ്പം 2C4 വരുന്നുണ്ട്. 73ാം ഭേദഗതി ഏതാണ് വകുപ്പ്? 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. അപ്പം 3B1. 4 86ാം ഭേദഗതി വകുപ്പ് 21A മൗലികാവകാശം, വിദ്യാഭ്യാസ മൗലികാവകാശമാക്കുവാൻ ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, താഴത്തെ നിരക്കിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെയാണ്? ഇതെല്ലാം അതിൽ കൊടുത്തിരിക്കുന്നതാണ്. അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചേക്കാം. വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ച, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നെക്സ്റ്റ്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇത് പഠിക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അതിന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഹൗസ് ഓഫ് പീപ്പിൾ ഒക്കെ രാജ്യസഭയാണോ? അല്ല. 35 വയസ്സൊന്നും വേണ്ട അല്ലെ, പൂർത്തിയാവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് വിവേചനാധികാരത്തിൽ പെടാത്തതെന്നാ ചോദിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം.
ശരിയായിരുന്നു. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? വിവേചനാധികാരത്തിൽ പെടാത്തതെന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്, നാലാമത്തത്. 25ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 104ാം ഭേദഗതിയാണ് വരുന്നത്. 25B 104ാം ഭേദഗതിയാണ് ഇവിടെ വരുന്നത് ആൻസർ ആയിട്ട്. 104ാം ഭേദഗതി. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ശരിയല്ലേ? ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951-ലാണ്. അറിയാത്തവർ ശ്രദ്ധിച്ചേക്ക്, 1951-ലാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയുമാണ്. ഇത്രയും പോയിന്റ്സ് ശരിയാണ്. 26-4 ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. 1951-ലാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയുമാണ്. നെക്സ്റ്റ് 27. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഭരണഘടനാ വകുപ്പ് 280 ആണ്. ശരിയാണ്. 1 ആൻസർ ആയിട്ട് വരും. ഒന്നില്ലാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയപ്പം തന്നെ. ഇതും വരില്ല, ഇതും വരില്ല. ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ധനകാര്യ കമ്മീഷൻ. ശരിയല്ലേ? ശരിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം മുംബൈ അല്ല. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. അപ്പൊ അതും ശരിയാണ്. 1, 2, 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. 27D. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഡി. 1, 2, 3 ഇവയെല്ലാം. ഇത് 3 കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കുക. എന്നിട്ട് ശരിയാണെന്ന് മനസ്സിലാക്കുക. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം. ശരിയല്ലേ? 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. അതും ശരിയാണ്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ ചെയ്യണം. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM-ൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. KSSM ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി വരുന്നുണ്ട്. 15 അംഗങ്ങളാണ് ഉള്ളത്. താഴെ പറയുന്നതിൽ എത്ര വയസ്സ് തികഞ്ഞവരാണ് മുതിർന്ന പൗരന്മാരായിട്ട്? 60 വയസ്സ് അല്ലെ? അത് ഒരു കോമൺ ആയിട്ടുള്ള നോളേജ് ആണ്. ഇവിടെ വായിക്കേണ്ട ആവശ്യമില്ല. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വരുന്നത്. 31C. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പ്ലാന്റ് എക്കോളജി റാംഡിയോ മിശ്ര ആണ് കേട്ടോ. 1 മാത്രം എന്നുള്ള ആൻസർ ആണ് വരേണ്ടത്. 32D. റാംഡിയോ മിശ്ര ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന. UNEP സ്ഥാപിതമായ വർഷം 1972 എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. പിന്നെ പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. അതും ശരിയാണ്. ഓക്കെ. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1995 അല്ല, 93 ആണ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ 1993 ആണ്. അപ്പോൾ മൂന്നാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവന 3 മാത്രം. 33C. ഓക്കെ. UNEP 1972, ഗ്രീൻ പീസ് 1971. ഓക്കെ. 34ാമത്തെ ഓപ്ഷൻ. സാൽമണല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഒന്നാമത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. അതിന്റെ ലക്ഷണങ്ങളൊന്ന് പഠിച്ചേക്കാം കേട്ടോ. നിങ്ങൾ പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഇതും ശരിയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. 1, 2, 3 ശരിയാണ്. അപ്പം C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 35. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നത് വെളിവാകുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം. The sixth extinction and unnatural history. എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ശ്രദ്ധിച്ചേക്കാം. അധികം കേൾക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. എലിസബത്ത് കോൾബർട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിക്സ്ത് എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് എഴുതിയത് എലിസബത്ത് കോൾബർട്ട് ആണ്. ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റ് ഏതാണ്? കാർബൺ ക്രെഡിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 36C. കാർബൺ ക്രെഡിറ്റ്. ഓർമ്മിച്ച് വെച്ചേക്ക്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും. എന്നാലും ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് വേണ്ടിയിരുന്നത് കാർബൺ ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് 37. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഏതാണ്? 37ാമത്തിന്റെ ആൻസർ വരുന്നത് ജീവനിയാണ്. ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എന്താകുന്നത്? ഉയരം കൂടുമ്പോൾ സംഭവിക്കുന്ന ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു വരികയാണ് ചെയ്യുക, കുറയുന്നു.
ഒരു ഗോണീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ 7.5, അതായത് വക്രതാ ദൂരം 6 എന്നാണ്. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രതാ ദൂരത്തിന്റെ പകുതിയായിരിക്കും, 6/2 ആയിരിക്കും. അപ്പൊ ഇവിടെ 15 ആയതുകൊണ്ട് വേഗം 7.5 നിങ്ങൾ മാർക്ക് ചെയ്ത് പോകും. പക്ഷെ ഇതല്ല ആൻസർ വരിക, കാരണം സെന്റിമീറ്ററും മീറ്ററും ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ 7.5 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തെങ്കിൽ ഓക്കെ, പക്ഷെ 7.5 സെന്റിമീറ്റർ അല്ല കൊടുത്തിരിക്കുന്നത്, 7.5 മീറ്റർ ആണ്. അതിനെ സെന്റിമീറ്ററിലേക്ക് ആക്കിയാൽ സെന്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മീറ്ററിൽ നമ്മൾ പറയുകയാണെങ്കിൽ എത്രയാ വരിക ആൻസർ? 0.075 ആണ് ആൻസർ വരിക. അതായത് ഒന്നെങ്കിൽ 7 സെന്റിമീറ്റർ എന്ന് വരണം, ഇല്ലെങ്കിൽ 0.075 മീറ്റർ എന്ന് വരണം അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കാം? 7.5 into 10⁻³ മീറ്റർ എന്ന് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോറി, 10⁻² സെന്റിമീറ്റർ അല്ലെ. 7.5 into 10⁻² മീറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാലും ആൻസർ ഇത് തന്നെയാണ് വരിക. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരാൾ തെറ്റിച്ചിട്ടുണ്ടാവും. 40ാമത് എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനം. മാലൂസ് എന്ന് പറയുന്ന വ്യത്യാസമായിട്ടുള്ള ലോ ആണ്. സയൻസ് കുറച്ച് ടോപ്പിക്കിൽ മുകളിലോട്ട് വരുന്നതാണ്. ഹുക്സ് ലോ സ്ട്രെസ്സും സ്ട്രെയിനും ബന്ധപ്പെട്ട് വരുന്നതാണ്. പാസ്കൽ ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈഡ്രോളിക് പ്രസ്സിന്റെ ഒക്കെ. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം എന്തായിരുന്നു? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഇതൊക്കെ ഇതുവരെ ബന്ധമുണ്ട്, മാലൂസ് നിയമത്തിന് ബന്ധമില്ല. 41 താഴെ പറഞ്ഞ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ചന്ദ്രയാൻ 4. ചന്ദ്രയാൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 42 പദാർത്ഥ കണികകളിൽ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഏതാണ്? ദ്വൈത സ്വഭാവം 42ാമത്തെ ആൻസർ വരുന്നത് ഡി ബ്രോഗ്ലിയാണ് വരുന്നത്. നെക്സ്റ്റ് 43 കോർഡിനേഷൻ വൃത്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. CuNH36Cl3. അപ്പൊ ഇവിടെ NH36 നിങ്ങൾ എടുത്തില്ലെങ്കിൽ Cl ക്ലോറിൻ്റെത് -1 ആണ്. അപ്പൊ 3 ക്ലോറിൻ, അപ്പം ക്ലോറിൻ 3 into -1 -1. അപ്പൊ ഇതിന്റെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. Cl3യുടെ -1, അപ്പൊ 3 into -1 -1. അപ്പം കോപ്പറിന്റെ എത്രയാണ് വരിക? +3 ആണ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നത് ലൂയിസ് ബേസ് അല്ലാത്തത്. ലൂയിസ് ബേസ് അല്ലാത്തത് ഇതിലൊക്കെ ഇലക്ട്രോൺസ് ബാക്കിയായിട്ടുണ്ടാവും. CO2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 44. നെക്സ്റ്റ് 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏത് കണ്ടുപിടുത്തനായാണ് നൽകിയിരിക്കുന്നത്? അപ്പോൾ അത് ക്വാണ്ടം ഡോട്ട്സിനാണ് രസതന്ത്രത്തിനുള്ള 2023 നോബൽ പ്രൈസ് കിട്ടിയത്. 2023 ഇപ്പോൾ ചോദിക്കുന്നത് 2023, 2024 ഒക്കെ ചോദിക്കാം. ഇപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ 1 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ സിയും ഡിയും നല്ല ആൻസർ വരും അല്ലെ. വെളുത്തും വിതളവയുടെ കുണ്ടല വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പൊ തന്നെ കിട്ടി, 1ഉം 2ഉം ശരിയാണ്. ശരിയായിട്ടുള്ള സെന്റൻസ് മാത്രം നോക്കിയാൽ മതി. കുണ്ടല വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയിലാണ്. റെഡിയല്ല. നെക്സ്റ്റ് 47ാമത്തെ ക്വസ്റ്റ്യൻ ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാങ്ക് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ശരിയാണോ? ശരിയാണ്. ഇതറിയാത്തവർ പഠിച്ചു വെച്ചേക്കാം. 4 സെന്റൻസ് ശരിയാണ് കേട്ടോ. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യത്തെ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ ആദ്യമായ ആദ്യ മലയാള കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. ശരിയാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. 48 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരഞ്ഞെടുക്കാനാണ്, പ്രസ്താവനയല്ല, വ്യക്തിയെ തിരഞ്ഞെടുക്കാനാണ്. റാവു സാഹിബ് എന്ന പേരിൽ നിന്ന് ചിലപ്പോൾ കുറെ ആൾക്കാർ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. അയ്യത്താൻ ഗോപാലനാണെന്ന്. ബാക്കിയും കൂടി വായിച്ചേക്കാം. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇത്രയും അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് പറയുന്നത്. പഠിച്ചു വെച്ചേക്കാം. ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു ഇവിടെ കോഴിക്കോട്. എപ്പോ? 1898 ജനുവരിയിൽ. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. അങ്ങനെ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. നെക്സ്റ്റ് 49 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയല്ല, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാ പറയുന്നത്. ശ്രദ്ധിക്കണേ, തെറ്റാണോ ശരിയാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ 2002, 2013, 2025 വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. ശരിയാണോ തെറ്റാണോ? തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടി. ഓസ്ട്രേലിയ 3 തവണയല്ല. അപ്പൊ ഇത് തെറ്റാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ്. ന്യൂസിലൻഡ് കിരീടം നേടിയത് 2000-ലാണ്. അപ്പം 2ഉം 3ഉം ഇവിടെ ആൻസർ ആയിട്ട് വരാം. 2ഉം 3ഉം തെറ്റാണ്. തെറ്റാതിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് കണ്ടുപിടിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി ഗവൻട്രി. അവരുടെ ജന്മദേശം എന്ന് പറയുന്നത് നമീബിയാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻ അത്ര കോമൺ അല്ല. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ
ക്വസ്റ്റ്യൻ ഇപ്പൊ പഠിച്ചേക്കാം. ക്രിസ്റ്റി കവൻട്രി ആണ് ആദ്യമായി ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി ആണ്. അവരുടെ ജന്മദേശം നമീബിയ അല്ല. അവര് ഈ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷേ നമീബിയ അല്ല അവരുടെ ജന്മദേശം. മുൻ ഒളിമ്പിക് അതും വേണ്ട. അപ്പൊ കാരണം ഇതൊക്കെ തെറ്റായിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ള മാത്രം പഠിച്ചു വെച്ചേക്കാം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 50ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ക്വസ്റ്റ്യൻ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെയാണ്. അത് വേഗത്തിൽ പറയാവുന്നതാണ് കഴിഞ്ഞിട്ടുള്ളത്. സിവിൽ എക്സൈസ് ടീച്ചേഴ്സിനും സിവിൽ എക്സൈസ് ഓഫീസേഴ്സിന് മാത്രമായിട്ടുള്ള ഭാഗമാണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസും കൂടുതൽ പ്രൊഫഷണൽ കീസും ഫൈനൽ ആൻസർ കീ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ 51ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയണേ. നിങ്ങൾ വേറെ തന്നെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷനോടുകൂടി ആൻസർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞിട്ട് പോകാം. മാത്സ് ഇംഗ്ലീഷ് ഒക്കെ. 51 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബി. 52 ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഇത് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിപ്പോ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 53യുടെ ആൻസർ വരുന്നത് ഡി. ഓക്കെ, 54th one 54 ബി. 55 സി. 56 ബി. 57 സി. 58 എ. 59 ഒക്കെ വേഗം ചെയ്താൽ കിട്ടുന്നതാണ് 35 ഡി ആണ് ആൻസർ വരുന്നത്. 60 ഡി. ഇനി ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് നോക്കാം. എ, സി, ഡി, എ. ഇതിൻ്റെത് ബി. സി, ബി. എന്തുകൊണ്ട് എന്നുള്ളത് കമന്റ് ബോക്സ് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ 68th ക്വസ്റ്റ്യൻ. Iconoclast. A. He asked whether they would listen to such an advice. D ആണ്. UPI Unified Payments Interface. A. നെക്സ്റ്റ് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ്. അവൻ ആ പ്ലസ് ഏതാണ് വരിക? അന്നല്ലേ വരിക. 71 സി. 72 ബി. 73 ഡി. 74 എ. ദേശ തരണം ചെയ്യാനുള്ള ഇച്ഛ. 76 ഡി. 77 എ. 78 എ. 79 ബി. 80 ഡി. നെക്സ്റ്റ് ഭാഗങ്ങൾ നിങ്ങൾ എക്സാം എഴുതുന്നവർ അല്ലെങ്കിൽ എഴുതിയവർ മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ആൻസർ മാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നോട് പറയുകയാണ്. പിന്നെ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ താങ്ക് യു.